പപ്പുണ്ണി ഇവിടെ ഉണ്ടോ? ഇല്ല. അച്ഛൻ ഇന്നിവിടെ വരുമെന്ന് പറഞ്ഞിരുന്നു, അതാ ഞാൻ വന്നത്. ഞാൻ ഗോമുവിനെ കൂടെ കാണാനാ വന്നത്. എന്റെ പേര് അച്ഛൻ പറഞ്ഞാണോ? അല്ലാതെ തന്നെ അറിയാം. നിന്റെ അച്ഛനും ഞാനും തമ്മിൽ എല്ലാം സംസാരിച്ചിട്ടുണ്ട്. ഭാവിയിൽ അച്ഛനെ വിട്ട് എന്റെ കൂടെ താമസിക്കുന്നതാണ് ഗോമു. ഞാൻ നിങ്ങളുടെ കൂടെ താമസിക്കില്ല, നിശ്ചയം. നീ തെറ്റിദ്ധരിക്കരുത്. അച്ഛൻ വന്നിട്ട് ഞാൻ എല്ലാം പറയാം. വളരെ കാലം കാത്തിരുന്നിട്ടാണ് ഗോമുവിനെ ഇന്ന് കാണാൻ കഴിഞ്ഞത്. ആഹാ, യേശുദാസനോ? ഗോമു, നിന്നെ കാണാൻ വന്ന ആളിനോട് ഇരിക്കാൻ പറയുന്നത്? യേശുദാസ് ഇരിക്കും. ശങ്കരൻകുട്ടി പറഞ്ഞാലും മതി. എപ്പോ വന്നു? ഇന്ന് രാവിലെ വന്നു. വീട്ടിൽ പോകാൻ വന്നതായിരിക്കും. ഗോമുവിനെ കാണാൻ വന്നതാണ്. നിങ്ങളുടെ മലനാട്ടിലേക്ക് ഇനി വരണമോ എന്ന് ആലോചിക്കുന്നുണ്ട്. എന്താണ് അങ്ങനെ? അവിടെ ചൂട് കൂടുതലാണ്, തണുപ്പും കൂടുതലാണ്. രണ്ടും ദോഷമാണ്. ശങ്കരൻകുട്ടി ജോലി വേണ്ടെന്ന് വെച്ചാൽ തോറ്റെന്ന് മറ്റുള്ളവർ പറയും. ഹൃദയശുദ്ധിയില്ലാത്തവർ ഞാൻ ജയിച്ചെന്ന് പറഞ്ഞു കേൾക്കാൻ എനിക്കിഷ്ടമില്ല. സരസ്വതി മാത്യുവിനെ ഉദ്ദേശിച്ചാണ് പറയുന്നതെങ്കിൽ അവർ നല്ല സ്ത്രീയാണ്. എനിക്കും അങ്ങനെ വിശ്വസിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ സരസ്വതി മാത്യുവാണ് മാത്യുവിന് വിഷം കുടിപ്പിച്ചെന്ന് കേട്ടിട്ട് വരികയാണ്. എന്നാൽ എന്നെ വിശ്വസിക്കൂ, അവരത് ചെയ്തിട്ടില്ല. അവരെ നിങ്ങൾ നീതീകരിക്കും. നിങ്ങളുടെ അമ്മയല്ലേ? അവരെന്റെ അമ്മയാണ്, പക്ഷെ എന്നെ പ്രസവിച്ചത് അവരല്ല. അതിനുള്ള പ്രായം പോലും അവർക്കില്ല. അനാഥാലയത്തിൽ എന്നെ എടുത്തു വളർത്തിയ എന്റെ അമ്മയാണ് സരസ്വതി മാത്യു. ഞാനും ഗോമുവും അനാഥാലയത്തിൽ ഒരുമിച്ച് വളർന്ന കുട്ടികളാണ്. അവൾ ഗോമുവായി ഇങ്ങോട്ട് പോന്നു, ഞാൻ യേശുദാസനായി മലയിൽ ജീവിച്ചു. കൂടുതൽ പറയാനുള്ളത് മറ്റൊരവസരത്തിൽ. ഞാൻ പോകുന്നു ശങ്കരൻകുട്ടി. സത്യം കണ്ടെത്താൻ നിങ്ങളുടെ സഹായവും വേണ്ടി. കഴിയുമെങ്കിൽ എസ്റ്റേറ്റിലേക്ക് വരും. എന്ത് രസം! പെണ്ണുങ്ങൾ കരയുമ്പോഴാണ് ഭംഗി. വന്നിട്ട് പോയ ആൾ പറഞ്ഞത് ചേട്ടൻ കേട്ടില്ലേ? പിന്നെ അത് പറഞ്ഞ ഞാൻ മുഴുവനും കേട്ടു. എന്നെ പറ്റി ഞാൻ അനാഥാലയത്തിൽ വളർന്നതാണെന്ന്. ഇത്രയും സന്തോഷകരമായ ഒരു വാർത്ത ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഇനി എന്റെ പെണ്ണിനെ പറ്റി അവകാശം പറയാൻ മറ്റാരുമില്ല. എന്താ? രാവിലെ സാറിനെ വിളിക്കാൻ കാർ അയച്ച വിവരം ഞങ്ങൾ അറിഞ്ഞു. കാറിൽ സാറ് തന്നെ വിചാരിച്ചു തന്നെയാണ് വണ്ടി നിർത്തിയത്. എന്താ കാര്യം? வர்ற வழியில 2-3 லாரி நிக்கிறத பாத்திருப்பீங்களே? பார்த்தேன். എല്ലാ തോട്ടങ്ങളിലും സമരം തുടങ്ങിയിരിക്കുകയാണ്. ഞങ്ങളുടെ സമരം പൊളിക്കാൻ മുതലാളിമാർ ഗുണ്ടകളെ കൊണ്ടുവന്നിരിക്കുകയാണ്. അതിവിടെ പതിവാണ് സാറേ, പക്ഷേ ഞങ്ങളത് കരുതി തന്നെയാണ്. സാറ് നല്ലവനാണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. സാറ് ഇതിനൊന്നും കൂട്ടി നിൽക്കരുത്. ശരി, ഞാൻ വിവരങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ. വിഷം ചേർത്തതൊന്നല്ല, കുടിക്കാം. ജോസ്,
കുഞ്ഞെന്തിനാ കരയുന്നേ? സാറ് പോയത് പിന്നീട് കൊച്ചമ്മ ആഹാരം ഒന്നും കഴിച്ചിട്ടില്ല. എന്റെ മാനേജരായിരുന്നവർ ആരും തന്നെ ഇന്നുവരെ എന്റെ സ്വകാര്യ മുറിയിൽ കയറിയിട്ടില്ല. ക്ഷമിക്കണം. ശങ്കരൻകുട്ടിക്ക് സരസ്വതി മേത്തിന്റെ മുറിയിൽ ഏത് സമയത്തും പ്രവേശിക്കാം. അത്തരത്തിലുള്ള ഹൃദയബന്ധമൊന്നും നമ്മൾ തമ്മിലില്ല. ഉണ്ട്, എനിക്കുണ്ട്, ശങ്കരൻകുട്ടിക്കും ഉണ്ട്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ കാറയച്ചപ്പോൾ വരുമായിരുന്നില്ല. ആ സെറ്റിയിലിരിക്കൂ. ചായ കുടിക്കൂ. വിഷം ചേർത്തിട്ടില്ലെന്ന് ഉറപ്പാണോ? ആ സ്ത്രീകൾ ശങ്കരൻകുട്ടിയോട് പറഞ്ഞ് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഒറ്റ വാചകത്തിൽ നിന്ന് ഞാനത് മനസ്സിലാക്കി. ആഹാരം കഴിക്കാതിരിക്കുന്നുണ്ട്. എനിക്ക് വേണമെന്ന് തോന്നുമ്പോഴാണ് ഞാൻ ആഹാരം കഴിക്കാറുള്ളത്. ഇപ്പോഴെന്ത് തോന്നുന്നു? ആഹാരം കഴിക്കണമെന്ന്. ആരോ വന്നിട്ടുണ്ട്. ഗുഡ് ഈവനിങ് മിസ്റ്റർ മാത്യൂസ്. ഐ ആം DSP ഗോവിന്ദൻ നായർ. ഗുഡ് ഈവനിങ്. പ്ലീസ് കം ഇൻ. ഇത് മിസ്റ്റർ ശങ്കരൻകുട്ടി, എന്റെ മാനേജറാണ്. ഹലോ. ഹലോ. ഇരിക്കും. ഞാൻ കേസ് സംബന്ധമായി വന്നതാണ്. ഇവിടെ എത്തിയപ്പോൾ വൈകിപ്പോയി. ഈ അസമയത്ത് വന്നതിൽ ക്ഷമിക്കണം. സാരമില്ല. എനിക്ക് ചില കാര്യങ്ങൾ കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. മിസ്സിസ് മാത്യുവിന്റെയും മാനേജറുടെയും സഹകരണം വേണം. നിശ്ചയമായും സഹകരിക്കും. കേസ് മിക്കവാറും ഫ്രെയിം ചെയ്ത് കഴിഞ്ഞു. ഒന്നാം പ്രതി അച്യുതൻ നായർ നേതാവാണ്. വളരെ കാലമായി ഒളിവിൽ കഴിയുന്നു. ഒരിക്കൽ ഞങ്ങളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട ആളാണ്. രണ്ടാം പ്രതി യേശുദാസൻ. മൂന്നാം പ്രതി മുത്തപ്പനാകേണ്ടതാണ്. പക്ഷേ പിന്നെ ഒരു പ്രതി പപ്പുണ്ണി. കേസ് ചാർജ് കൊടുക്കുമ്പോൾ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം. എന്റെ മൊഴി നിങ്ങൾ പരിഗണിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഞങ്ങൾ പല തെളിവുകളും നോക്കില്ലേ. ഞാൻ കുറച്ചു നാളുകൂടി ഇവിടങ്ങളിൽ കാണും. പിന്നെ കാണാം. നമസ്കാരം. നമ്മുടെ അച്യുതൻ നായർ സാറിന്റെ അനിയന് സാറിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഏത് അച്യുതൻ നായർ? ഒളിവിൽ കഴിയുന്ന അദ്ദേഹത്തിന്റെ അനിയൻ എവിടെയുണ്ട്? ഇവിടെ അടുത്ത് ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവിലുണ്ട്. സാറിനെ കൂട്ടിക്കൊണ്ട് എല്ലാം എന്നോട് പറഞ്ഞു. ഹലോ മിസ്റ്റർ ശങ്കരൻകുട്ടി, ഞങ്ങൾ നിങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടാക്കി അല്ലേ? ക്ഷമിക്കണം. ഞാൻ മിസ്റ്റർ അച്യുതൻ നായരുടെ ബന്ധത്തിൽ ഒരു കസിൻ ബ്രദറാണ്. അതാണ് അങ്ങനെ പറഞ്ഞയച്ചു. എനിക്ക് നിങ്ങൾ അറിയാമായിരുന്നല്ലോ. പിന്നെ അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അത് മതിയായിരുന്നു. പക്ഷേ ശരി, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. വരൂ. വരണം. മിസ്റ്റർ ശങ്കരൻകുട്ടി, നമുക്ക് അച്യുതൻ നായർ ചേട്ടനെ ഒന്ന് രക്ഷിക്കണം. മനസ്സിലായില്ല. തുറന്നു പറയാം. നമുക്ക് അച്യുതൻ നായരെ പ്രതിസ്ഥാനത്ത് നിന്ന് മാറ്റുകയും സരസ്വതി മാത്യുവിനെ പ്രതിയാക്കുകയും ചെയ്യേണ്ടിയിരിക്കും. അതിനുള്ള തെളിവുകളെല്ലാം കിട്ടിയിരിക്കുന്നു. എന്ത് തെളിവുകൾ? വ്യക്തമായ തെളിവുകൾ തന്നെ. മിസ്സിസ് മാത്യുവും മറ്റൊരു സ്ത്രീയും ചേർന്നാണ് മാത്യുവിന് വിഷം കൊടുത്തത്. യേശുദാസും സ്ഥലത്തുണ്ടായിരുന്നു. സാർ, നിങ്ങൾ കെട്ടുകഥകൾ പറയുന്നു. ഞാൻ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കാതിരിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു. ശങ്കരൻകുട്ടി, വരൂ പ്ലീസ്. അന്നമ്മ ഇരുന്നോളൂ. അന്നമ്മ? ഈ സ്ത്രീ ഇവിടെ എങ്ങനെ വന്നു?
അവരുടെ അപ്പൻ അവരെ ഇവിടെ താമസിപ്പിച്ച് ചികിത്സിക്കുകയാണ്. ഈ സ്ത്രീ സരസ്വതി വിഹാരത്തിൽ നിന്ന് പോയ വിവരം നിങ്ങൾ അറിഞ്ഞില്ലേ? ഇല്ല. മിസ്സിസ് മാത്യു എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ആലോചിച്ച് നോക്കൂ. മാത്യുവിന് വിഷം കൊടുക്കുന്നത് നേരിൽ കണ്ടവരാണ് ഈ സ്ത്രീ. അപ്പോൾ ചിത്തഭ്രമം പിടിപെട്ടു. എന്റെ കുഞ്ഞിനെ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു. ഇപ്പോൾ ഭ്രാന്ത് മാറിയപ്പോൾ സകല സത്യവും പറഞ്ഞു. സത്യസന്ധനായ ഒരു ഓഫീസർ എന്ന നിലയിൽ ശങ്കരൻകുട്ടി ഞാൻ എന്ത് വേണം? ഞാൻ പോകുന്നു സർ. അന്നമ്മ ഇവിടെ ഇല്ലേ? ഇല്ല, എവിടെ പോയി? അവരുടെ അപ്പൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് വിവരം എന്നോട് എന്തുകൊണ്ട് പറഞ്ഞില്ല? നിങ്ങൾ എന്റെ എസ്റ്റേറ്റുകളുടെ മാനേജർ മാത്രമാണ്. ആ രീതിയിലല്ലല്ലോ നിങ്ങൾ എന്നോട് പെരുമാറിയിട്ടുള്ളത്. അത് എന്റെ ഒരു ദൗർബല്യമായിരിക്കും. ആ ദൗർബല്യത്തെ ഉപയോഗപ്പെടുത്തി ശങ്കരൻകുട്ടി നിങ്ങൾ ആരാണെന്നുള്ള മറന്ന് എന്നോട് സംസാരിക്കരുത്. മിസ്റ്റർ മാത്യു, നിങ്ങളെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നില്ല. നിങ്ങൾ അസാധാരണ സ്ത്രീയാണ്. മിസ്റ്റർ മാത്യുവിന്റെ മരണത്തിൽ നിങ്ങൾക്ക് കൈയുണ്ടെന്ന് വന്നാൽ കൂടി ഞാൻ അതിശയിക്കില്ല.